കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ രാവിലെ എൻ്റെ ഇളയാളുടെ ഓറിയൻറ്റേഷന് പോവാം കേട്ടോ സ്കൂളിൻ്റെ. അപ്പം ഞാൻ കട്ടയടിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കത്തില്ല, പോയേ പറ്റൂ. നിർബന്ധമായിട്ട് എല്ലാ പേരൻസും പോകണം, അവിടെ സൈൻ ഇട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും കട്ടയടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇതാണ് പരേഡ് റോഡ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട് പരേഡ് റോഡ്. ഇത് പട്ടാളത്തിൻ്റെ റോഡാണേ. ഇത് മൊത്തം ആർമിയുടെ അണ്ടറിലുള്ള സ്ഥലമാണ് കേട്ടോ. ഈ റോഡിലാണ് VVIPs പോണത്. അതായത് ഈ റോഡ് ചേരുന്ന നേരെ എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഈ റോഡെല്ലാം ക്ലോസ് ആക്കി ഇടും കേട്ടോ. അപ്പോൾ വേറെ സിവിൽ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളുടെ സ്കൂളിൽ ആ സമയമാണെങ്കിൽ നേരത്തെ അവർ ഇൻഫോം ചെയ്തിട്ട് ഒന്നുകിൽ ലേറ്റായിട്ട് വിടും, അല്ലെങ്കിൽ നേരത്തെ വിടും കേട്ടോ സ്കൂൾ. ഇതാണ്ട് ഇവിടെ എല്ലാ ആർമിയുടെ ഓരോരോ യൂണിറ്റുകളും ഒക്കെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മക്കളുടെ സ്കൂൾ. ആ കാണുന്നതാണ്, ടേൺ ചെയ്യുന്നത് കാണുന്നതാണ് എൻ്റെ മക്കളുടെ സ്കൂളാണ് കേട്ടോ. എൻ്റെ മക്കളുടെ സ്കൂൾ ഇരിക്കുന്ന പ്ലേസ് ആർമിയുടേതാണ്. പക്ഷേ അതൊരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം ക്രിസ്ത്യൻ സ്കൂളാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീസിന് കുറവൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് 70% സീറ്റ് പട്ടാളക്കാരുടെ മക്കൾക്കുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് അല്ലാതെ ഫീസിനൊന്നും യാതൊരുവിധ കുറവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാണ് സ്കൂൾ കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ് സ്കൂളിന്. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ആർമിയുടെ സ്ഥലമായതുകൊണ്ടേ ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ നല്ല രസമാണ്. സ്വിമ്മിംഗ് പൂളും നല്ല ഗാർഡനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ഓഡിറ്റോറിയം. ഞങ്ങളിരുന്ന ഓഡിറ്റോറിയമാണ്. 2nd 3rd മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ്. അതിനിടയ്ക്ക് ഒരു ഫാമിലി ഇറങ്ങുന്ന ഡാൻസ് കളിച്ചതാട്ടോ. ഒന്നുമില്ല, അടുത്ത സിലബസിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറച്ചില്ലായിരുന്നു. എനിക്ക് ബോറടിക്കാതിരിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ഫ്രണ്ട്. അവർ എൻ്റെ ഫ്രണ്ടാണ്. 3-4 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ കത്തിയടിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കത്തിയടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ബോറടിച്ചില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്താണ് ഈ കുട്ടിയെ കൈയടിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വയറ് വിശന്ന് നേരെ ഞങ്ങൾ മലയാളി ഹോട്ടലിൽ വന്ന്. എൻ്റെ വീടിൻ്റെ അടുത്താണ് മലയാളി ഹോട്ടൽ. ഞങ്ങളുടെ സ്ഥലത്താണ്. ചോറും അവിയലും സാമ്പാറും ചൂരക്കറിയാണ്, വറുത്തരച്ച ചൂരക്കറിയും പയർ തോരനും ഒക്കെ ഉണ്ടായിരുന്നു. അവന്മാർ ബിരിയാണിയും ബുക്ക് ചെയ്ത്. എനിക്ക് എവിടെ ചെന്നാലും ചോറ് തിന്നാലേ പറ്റത്തുള്ളൂ, വേറെ ഒരു രക്ഷയില്ല. നമ്മൾ ചോറ്